إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നതെന്നും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തിലെ ഹിസാബിനെക്കുറിച്ചുമുള്ള ചിന്ത അവനിൽ ഉണ്ടായിരിക്കണമെന്നും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖാത്തിമ, അവന്റെ പര്യവസാനം അല്ലെങ്കിൽ അന്ത്യസമയം അത് എപ്രകാരമായിരിക്കുമെന്നും വിശദമായി ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഒരാൾക്ക് അയാളുടെ അന്ത്യസമയം നന്നാകുകയെന്നുള്ളത് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, തീർച്ചയായും അമലുകൾ അതിൻ്റെ അവസാനം എങ്ങനെ എന്നതിനെ അപേക്ഷിച്ചിരിക്കും. ജീവിതകാലം മുഴുവൻ മുഅ്മിനായി ജീവിച്ചൊരു മനുഷ്യൻ സത്യനിഷേധിയായിട്ടാണ് അയാൾ മരണപ്പെടുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണാനന്തര ജീവിതം പരാജയകരമായിരിക്കും. قال النبي صلى الله عليه وسلم في حديث روته أمنا أم المؤمنين عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال من أحب لقاء الله أحب الله لقاءه ومن كره لقاء الله كره الله لقاءه. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അന്ത്യദിനത്തിൽ അള്ളാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, അവനെയും കണ്ടുമുട്ടണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. എന്നാൽ വമൻ കരിഹ ലിഖാഅ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ആ ദിവസത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെറുക്കുകയാണെങ്കിൽ
കരിഹല്ലാഹു ലിഖാഅഹു, അവനെയും കണ്ടുമുട്ടുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. فقالت أمنا رضي الله عنها قلت يا نبي الله أكراهية الموت فكلنا نكره الموت. മരണത്തോടൊരു മനുഷ്യനുണ്ടാകുന്ന അനിഷ്ടമാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ? അങ്ങനെയാണെങ്കിൽ മനുഷ്യരെല്ലാവരും മരണത്തോട് ഒരു അനിഷ്ടം അവനുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമല്ല റസൂലേ എന്ന് അവർ ചോദിക്കുകയാണ്. فقال صلى الله عليه وسلم ليس كذلك ولكن المؤمن إذا بشر برحمة الله ورضوانه وجنته أحب لقاء الله. അതപ്രകാരമല്ല, മറിച്ച് മുഅ്മിനായൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അല്ലാഹുവിന്റെ തൃപ്തിയെക്കുറിച്ചും അല്ലാഹുവിന്റെ സ്വർഗലോകത്തെക്കുറിച്ചുമെല്ലാം അവനോട് പറയപ്പെട്ടാൽ അത് തനിക്ക് ലഭിക്കണമെന്നും ആ ദിവസം തനിക്ക് വന്നെത്തണമെന്നും ആ ദിവസത്തിൽ വിജയിയാകണമെന്നും ഒരു മുഅ്മിൻ ആഗ്രഹിക്കുന്നു. അതാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവനെയും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. വഇന്നൽ കാഫിറ ഇദാ ബുശ്ശിറ ബിഅദാബില്ലാഹി വസഖതിഹി, എന്നാൽ സത്യനിഷേധിയായ ഒരു മനുഷ്യനോട് അവൻ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്കും അനീതിക്കും റബ്ബിന്റെ പക്കൽ നിന്ന് തനതായ ശിക്ഷ അവന് ലഭിക്കുമെന്നും അങ്ങനെ അവന് വേദനാജനകമായ ശിക്ഷ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നവനോട് താക്കീത് നൽകപ്പെട്ടാൽ അങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അവൻ വെറുക്കുന്നു. അതാണ് അള്ളാഹു അവന്റെ ആ ദിവസത്തെക്കുറിച്ച് അള്ളാഹുവും വെറുപ്പുള്ളവനാണ് എന്ന് സൂചിപ്പിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ നല്ല പര്യവസാനം ആഗ്രഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ടതായ കാര്യമാണ്. ഒരാൾക്ക് ഹുസ്നുൽ ഖാത്തിമ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, അൽ ഇസ്തിഖാമ, അള്ളാഹുവിന്റെ ത്വാഅത്തിൽ നിലകൊള്ളുക എന്നുള്ളത്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും നന്മകളിൽ വ്യാപൃതനാകുകയും ചെയ്യുക എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവൻ നന്മ ചെയ്തുകൊണ്ടിരിക്കെ തന്നെയായിരിക്കും അവന്റെ അവസാനവും ഉണ്ടാകുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മതി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു സ്വർഗം നൽകും. ഇല്ലാ മൻ അബാ, സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുന്നവൻ ഒഴികെ. ഫഖാലു യാ റസൂലല്ലാഹ് വമൻ യഅബാ, ആരാണ് സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുന്നവൻ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, എന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ആരോ അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിജയിയാകുന്ന മനുഷ്യൻ. അന്ത്യസമയം നന്നാകുന്ന മനുഷ്യൻ അവനായിരിക്കും മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുന്നവൻ. വമൻ അസാനി, എന്നാൽ എന്നെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഫഖദ് അബാ, എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയുന്ന മനുഷ്യൻ അവനാണ്. മാത്രമല്ല, ഒരു മനുഷ്യൻ അവന്റെ പര്യവസാനം നന്നാകാൻ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ഹുസ്നുദ്ദന്നി ബില്ലാഹി സുബ്ഹാനഹു, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നവനായിരിക്കണം. അള്ളാഹിനെ കുറിച്ചിട്ട് നല്ല ചിന്തയായിരിക്കണം അവനുണ്ടായിരിക്കേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുകയാണ്, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു النبي صلى الله عليه وسلم يقول لا يموتن احدكم الا وهو يحسن الظن بالله تعالى, നിങ്ങളിൽ നിന്ന് ഒരാളും മരണപ്പെടരുത്. മരിക്കാതിരിക്കാൻ ഒരാൾക്ക് സാധിക്കോ? ഇല്ല. മറിച്ച് ഈ ഒരു അവസ്ഥയിലായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരണപ്പെടരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു الظن ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല ചിന്ത വെച്ച് പുലർത്തുന്നവനായിട്ടല്ലാതെ ഒരിക്കലും നിങ്ങളിൽ ഒരാളും മരണപ്പെടരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ പാപമോചനത്തിൽ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെച്ച് പുലർത്തുകയും ശുഭപ്രതീക്ഷയോട് കൂടിയായിരിക്കണം ഒരാൾ മരണപ്പെടേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, തന്റെ അമലുകളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴും സിദ്ഖും തഖ്വയും ഒരാൾക്കുണ്ടായിരിക്കണം. സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തന്റെ വിശ്വാസത്തോട് അവൻ സത്യസന്ധത പുലർത്തുന്നവനായിരിക്കണം, ഈമാനിനോട് സത്യസന്ധത പുലർത്തുന്നവനായിരിക്കണം. ഒരു മുഅ്മിനാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തന്റെ ജീവിതത്തിൽ പ്രവർത്തനങ്ങളിൽ അതുണ്ടായിരിക്കണമെന്നുള്ളതാണ്. ഒരാൾക്ക് അവന്റെ ഹുസ്നുൽ ഖുലുഖ്, അവന്റെ അഅമാലുസ് സ്വാലിഹാത്ത്, അവന്റെ ഇബാദത്തുകൾ എന്ന് തുടങ്ങി അവന്റെ പ്രവർത്തന തലത്തിൽ അവന്റെ ഈമാൻ ഉണ്ടായിരിക്കണം. ഇത് അവന്റെ ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം, നല്ല മരണം അവന് ലഭിക്കാൻ ഇടവരുത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. നാലാമതായി അത്തൗബതു ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിങ്കലേക്ക് ആത്മാർത്ഥമായി നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങണമെന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ആത്മാർത്ഥമായി സ്വീകാര്യോഗ്യമായ രൂപത്തിൽ തൗബ ചെയ്ത് മടങ്ങണം. ഒരാൾക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തൗബയില്ല, പശ്ചാത്താപമില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ നിരന്തരം തൗബ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ. അല്ലാഹുവിങ്കലേക്ക് 100-ൽ പരം തവണ ഞാൻ ഓരോ ദിവസവും പശ്ചാത്തപിച്ച് മടങ്ങുകയും ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും ചെയ്യുന്നുവെന്നാണ്. അള്ളാഹുവിനോട് നിരന്തരം തൗബ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അത്തവ്വാബ് യഅനി അൽ മുദാവിമു അല തൗബ. അല്ലാഹു സുബ്ഹാനഹു വ തആല തവ്വാബീങ്ങളെ ഇഷ്ടപ്പെടുന്നു, മുതതഹിരീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ആന്തരികമായ സംസ്കരണവും ബാഹ്യമായ സംസ്കരണവുമാണ് ത്വഹാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആന്തരികമായ സംസ്കരണം ലഭിക്കുന്നത് തൗബയിലൂടെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയാ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. നിരന്തരം തൗബ ചെയ്യുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് നല്ല മരണം ലഭിക്കാൻ അനിവാര്യമായി ഉണ്ടാകേണ്ട നാലാമത്തെ കാര്യമാണ് നിരന്തരം ജീവിതത്തിൽ നമ്മൾ തൗബ ചെയ്യുക. ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ പശ്ചാത്തപിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഹുസ്നുൽ ഖാത്തിമ ലഭിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നല്ല മരണം ആഗ്രഹിക്കുന്ന, ഈമാനോടുകൂടി മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അസ്സുഹ്ബത്തു സ്വാലിഹ. അവന്റെ കൂട്ടുകെട്ട് നന്നായിരിക്കണം. അസ്സുഹ്ബത്തു അസ്വാലിഹ, അവന് നല്ല കൂട്ടുകാരായിരിക്കണം. അവനെ നന്മയിലേക്ക് നയിക്കുന്ന, തിന്മകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്ന, നല്ല കാര്യങ്ങളിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരായിരിക്കണം അവനുണ്ടായിരിക്കേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി. ഒരു മനുഷ്യൻ അവന്റെ ഈമാൻ, അവന്റെ ദീൻ, അവന്റെ മതം എന്ന് പറയുന്നത് അവന്റെ കൂട്ടുകാരനെ അപേക്ഷിച്ചിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൻ. അതുകൊണ്ട് ആരാണ് തന്നോടൊപ്പം കൂട്ടുകൂടേണ്ടത് എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ പരമാവധി അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ച് തിന്മകളിൽ നിന്ന് മുക്തരായി തഖ്വയോടുകൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار،
اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وانصرهم على عدوهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين، يا قوي يا متين. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.